പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ WWE വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഫിൻ ബേലറിൻ്റെയും ജെഡി മെക്ഡോണയും കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് റോ ജനറൽ മാനേജറായ ഏദം പിയേഴ്സ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. മത്സരം ആരൊക്കെ തമ്മിലാണെന്നോ എന്ത് തരത്തിലുള്ള മത്സരമാണെന്നോ കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ടാഗ് ടീം മത്സരം നമ്പർ 1 കണ്ടൻഡേഴ്സിൻ്റെതായി അടുത്ത ആഴ്ച കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഈ ഞായറാഴ്ച കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ എപ്പിസോഡിലൂടെ റാൻഡി ഓർട്ടൺ, ജെല്ലി റോൾ തുടങ്ങിയവരുടെ ടീം ഡ്രൂ മാക്കിൻഡയർ, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കുമെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ക്വീൻ ഓഫ് ദ റിംഗ് 2025 വിജയിച്ച ജേഡ് കാർഗിൽ വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്കൊരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരം കാണാൻ സാധിക്കുകയുണ്ടായി. വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലിഞ്ചിൻ്റെ എതിരാളിയെ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കുള്ള എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ബെയ്ലിയും ലൈറ വാൽക്കീരിയും ഒരു ബെസ്റ്റ് ഓഫ് 3 മത്സരമാണ് കളിച്ചത്. 2 ഔട്ട് ഓഫ് 3 ഫോൾസ് മത്സരത്തിൽ ആദ്യ പിൻഫോൾ അത് ബെയ്ലിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് 2 ഫോളുകളും സ്വന്തമാക്കാൻ സാധിച്ചത് ലൈറ വാൽക്കീരിയയ്ക്കാണ്. ലൈറ വാൽക്കീരിയ വേഴ്സസ് ബെക്കി ലഞ്ച് തമ്മിലുള്ള ഒരു വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് ഗോട്ട്ലെറ്റ് മത്സരമായിരുന്നു. വിജയിക്കുന്ന റെസ്ലറിന് ഗിന്തറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മത്സരം എന്നുള്ളതായിരുന്നു സ്റ്റിപ്പുലേഷൻ. ഈ ഗോട്ട്ലെറ്റ് മത്സരം ആരംഭിക്കുന്നത് ബ്രോൺ ബ്രേക്കറും പെൻഡയും കൂടിയിട്ടാണ്. അതിൽ പെൻഡയെ കിടിലൻ പെർഫോമൻസോട് കൂടി ബ്രോൺ ബ്രേക്കർ എലിമിനേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന LA നൈറ്റിനെയും ഒരു കിടിലൻ പെർഫോമൻസിലൂടെ പിൻഫോളിലൂടെ തന്നെ ബ്രോൺ ബ്രേക്കർ എലിമിനേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന ജെ ഊസോയ്ക്കെതിരെ ജെ ഊസോ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയിക്കാൻ പോകുന്ന ഒരു സമയത്ത് ബ്രോൺ ബ്രേക്കറിൻ്റെ പാർട്ട്ണറായ ബ്രോൺസൺ റീഡിൻ്റെ ഒരു സഹായം ബ്രോൺ ബ്രേക്കറിന് ലഭിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് പിൻഫോളിലൂടെ ജെ ഊസോയെയും എലിമിനേറ്റ് ചെയ്യുന്ന ബ്രോൺ ബ്രേക്കറിൻ്റെ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഗോട്ട്ലെറ്റ് മത്സരത്തിലെ ഏറ്റവും അവസാന പാർട്ടിസിപ്പൻ്റായിട്ട് വന്ന CM പങ്ക് ഒരു ഗംഭീര പ്രകടനത്തോടു കൂടി ബ്രോൺസൺ റീഡിൻ്റെയൊക്കെ വലിയൊരു അടിയുണ്ടായിരുന്നു, അതിനെയൊക്കെ തിരിച്ചടിച്ചു. അതുപോലെ തന്നെ ജെ ഊസോയുടെയൊക്കെ ഒരു സഹായം ലഭിച്ചു. അങ്ങനെ CM പങ്ക് ബ്രോൺ ബ്രേക്കറിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഗിന്തറിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരം കൂടി സമ്മർ സ്ലാമിലേക്ക് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിന്തർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷം ഗിന്തറിന് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു എതിരാളിയായിരിക്കും സമ്മർ സ്ലാമിലെ CM പങ്ക് എന്ന് പറയുന്ന താരം. ഒരു കിടിലൻ മത്സരവും സ്റ്റോറിയും വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇനി അങ്ങോട്ട് റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു മത്സരം വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ നയോമി, റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവർക്കെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യനായ നയോമിയുടെ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്, സെലിബ്രേഷൻ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് ആരംഭം കുറിക്കുന്നത്. അതിനെ ഇൻട്രപ്റ്റ് ചെയ്തു വന്ന റിയ റിപ്ലി ഒരു റീമാച്ച് ആവശ്യപ്പെടുന്നു. ഇയോ സ്കൈയും ഒരു റീമാച്ച് ചോദിക്കുന്നു. അങ്ങോട്ടേക്ക് ഏദം പിയേഴ്സ് വന്നിട്ടാണ് ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ എടുത്തു പറയേണ്ട മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, വുമൻസ് ഡിവിഷന് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്. വുമൻസ് ഡിവിഷന് കൂടുതലും മത്സരങ്ങളും സെഗ്മെൻറ്റുകളും കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നിക്കി ബെല്ലയുടെ നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമുള്ള റോ എപ്പിസോഡിലെ ആദ്യ മത്സരം നമുക്കിന്ന് കാണാൻ സാധിച്ചു. ചെൽസി ഗ്രീനെതിരെയാണ് നിക്കി ബെല്ല മത്സരിച്ചത്. സീക്രട്ട് ഹെർവീസ് എന്ന് പറയുന്ന ടീം മെമ്പേഴ്സിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിലും പിൻഫോളിലൂടെ തന്നെ ചെൽസി ഗ്രീന് നിക്കി ബെല്ല എന്ന ഹോൾ ഓഫ് ഫെയിമർ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം സീക്രട്ട് ഹെർവീസ് അംഗങ്ങളായ ആൽബ ഫയറും പൈപ്പർ നവനും നിക്കി ബെല്ലയെ ആക്രമിക്കുമ്പോൾ സ്റ്റെഫനി വെക്കേർ വന്നിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫനി വെക്കേറും നിക്കി ബെല്ലയും ടീം ആയിട്ട് സീക്രട്ട് ഹെർവീസിനെതിരെ ഒരു ടാഗ് ടീം മത്സരം ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിലൊക്കെ കളിക്കാൻ വലിയ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ, അതായത് റഗിൽ റോഡ്രിഗസും റോക്സിനി പെരസും കബൂക്കി വാരിയേഴ്സിനെതിരെ ഒരു നോൺ ടൈറ്റിൽ ടാഗ് മത്സരം കളിച്ചതിനെ സംബന്ധിച്ചാണ്. ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റീരിയോയുടെ സഹായത്തോടു കൂടി റഗിൽ റോഡ്രിഗസ്, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കബൂക്കി വാരിയേഴ്സിൻ്റെ ഒരു റീമാച്ച് കിട്ടാൻ എല്ലാവിധ സാധ്യതകളുണ്ട്. കൂടാതെ
ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോ AJ സ്റ്റൈൽസിനെതിരെ തന്നെയായിരിക്കും സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പ് പറയുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും ജഡ്ജ്മെൻറ്റുടെ സ്റ്റോറിയുടെ ഭാഗമായി കാണാൻ സാധിച്ചു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ഒരു സർപ്രൈസ് ആൻഡ് മാസ് റിട്ടേൺ നടത്തിയ സൂപ്പർ താരമായ OTC1 റോമൻ റെയിൻസിൻ്റെ തിരിച്ചറിവിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ തിരിച്ചറിവിൽ റോമൻ റെയിൻസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടീഷർട്ട് OTC1 എന്ന് പേര് കൊടുത്തിട്ടുള്ളതാണ്. മുൻപേ ഒരു അപ്ഡേറ്റിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. റസൽ വേർഡ്സിൻ്റെ ഒരു റിപ്പോർട്ടിൽ നിന്ന് OTC1 എന്ന ഒരു നിക് നെയിം ആയിരിക്കും റോമൻ റെയിൻസ് തിരികെ വരുമ്പോൾ റോമൻ റെയിൻസിനെ അവർ വിളിക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലും കാണാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് OTC1 എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. OTC1 എന്ന് പറയുന്ന ആ ഒരു നിക് നെയിമിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഒറിജിനൽ ട്രൈബൽ ചീഫ് 1 എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സാധാ റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ തന്നെയായിരിക്കും റോമൻ റെയിൻസ് ചെയ്യാൻ പോകുന്നത്. റോമൻ റെയിൻസിൻ്റെ റിട്ടേണിന് ശേഷം റോമൻ റെയിൻസിൻ്റെ കഥാപാത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. റോമൻ റെയിൻസിൻ്റെ സ്റ്റോറി ഇന്നത്തെ ഒരൊറ്റ റോ എപ്പിസോഡിലെ മൊമെൻറ്റ്സിലൂടെ അവർ കാണിച്ചിട്ടുള്ളത് ജെ ഊസോയുമായിട്ട് റോമൻ റെയിൻസിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ജെ ഊസോ അടി കിട്ടി ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് കൈ കൊടുത്തുകൊണ്ട് ജയെ തൻ്റെ കസിനെ റോമൻ റെയിൻസ് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. CM പങ്കുമായിട്ട് റോമൻ റെയിൻസിൻ്റെ പ്രശ്നം തീർന്നിട്ടില്ല. അപ്പോൾ ഇവർക്കിടയിലെ സ്റ്റോറി ഇനിയും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ CM പങ്ക് കൈ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി കൈ നീട്ടുന്ന ഒരു സമയത്ത് റോമൻ റെയിൻസ് അത്രയൊരു സുഖകരമായിട്ടുള്ള ഒരു നോട്ടമല്ല CM പങ്കിനെ നോക്കുന്നത്. അപ്പോൾ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് അത് കൃത്യമായി പോൾ ഹേമൻ്റെ പുതിയ ഫാക്ഷന് എതിരെ തന്നെയാണ്. പക്ഷേ നാഥനില്ല കളരി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും പോൾ ഹേമനും നേരിടുന്ന പ്രശ്നം. സെത്ത് റോളിൻസ് ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂപ്പർ താരമായ OTC1 റോമൻ റെയിൻസിനെതിരെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് എളുപ്പമാകില്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും സമ്മർ സ്ലാമിൽ ബ്രോൺ ബ്രേക്കർ തന്നെ റോമൻ റെയിൻസിൻ്റെ എതിരാളിയായി വരാൻ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.